നരമ്പിൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ 96ാമത് വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ചെറുപുഴ. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. മാർച്ച് 31-നകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ 40% ഇളവ്. ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം. മലയോരത്തെ ആദ്യ സ്കൂളുകളിലൊന്നായ തട്ടുമ്മൽ നരമ്പിൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ 96ാമത് വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ആഘോഷത്തിന്റെ ഭാഗമായി വൈകുന്നേരം വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര നടന്നു. ആഘോഷ പരിപാടി പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം AC സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ AEO TV ജ്യോതിബാസു മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങൾ, PTA ഭാരവാഹികൾ തുടങ്ങി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മെഗാ ഡാൻസ് നൈറ്റ്, തട്ടുമ്മൽ ദിവ്യപുരം ക്ഷേത്രം മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി, തട്ടുമ്മൽ മർഹബ ദഫ് സംഘത്തിന്റെ മെഗാ ദഫ് എന്നിവയും അരങ്ങേറും. ആയിരങ്ങൾക്ക് അറിവിന്റെ ആഘോഷ പകർന്നു നൽകിയ നരമ്പിൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്രയുടെ ഈ രാജപാതയിലൂടെ കടന്നു വരികയാണ്. ഘോഷയാത്രയുടെ കയ്യാനാണ് പങ്കെടുക്കാനും നാട്ടിലെ മുഴുവനാളുകളെയും ഞങ്ങൾ ആദരവോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് ഇനി ചെറുപുഴയിലും. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ. ഫാഷൻ ഡിസൈനിംഗ് രംഗത്ത്, ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വിവാഹം, ആദ്യ കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ, സാരി, ബ്ലൗസ്, ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡൈയും ചെയ്തു കൊടുക്കുന്നു. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. മാർച്ച് 31-നകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ 40% ഇളവ്. ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ചെറുപുഴ. ഫോൺ 9645621329. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ.